നല്ല അടിസ്ഥാന വോട്ടുകൾ ഉണ്ടായിരുന്ന CPM-നെ തിരുവനന്തപുരത്ത് ഇത്തരമൊരു അപമാനത്തിന് അല്ലെങ്കിൽ അവമതിക്ക് ഇടയാക്കിയത് ഈ മേയറാണെന്നുള്ളത് പാർട്ടി വൃത്തങ്ങൾക്ക് തന്നെ ഏറെക്കുറെ ബോധ്യമാണ്. അവർ പറയുന്നുണ്ട് അവരങ്ങനെ ഒരിക്കലും പെരുമാറരുതായിരുന്നു. കാരണം ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കേണ്ട ഒരു മേയർ അധികാരം കൈയാളുന്ന പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അല്ല. അവിടെ വ്യത്യാസമുണ്ട്. അദ്ദേഹം സീനിയറാണ്. ഈ നായർ എന്തെല്ലാം പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകരെ തമാശ രൂപേണ. ശ്രീ രാജേന്ദ്രൻ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്ത് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റിരിക്കുന്നത് നഗരസഭയുടെ മാതാവ് അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റിരിക്കണം. CPM-ന്റെ തിരുവനന്തപുരത്ത്, അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് പാർട്ടിക്ക്. CPM-നും CPI-നും കിട്ടി. അതിന് 7 ഉത്തരവാദി മേയർ ആര്യ രാജേന്ദ്രന്റെ നിഷ്ഠമായ പ്രവൃത്തി, അതായത് KSRTC ബസിന്റെ മുമ്പിൽ താറ് തടഞ്ഞിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ തോൽവി കാരണം എന്ന് പറയുന്നുണ്ട്. അതെ, അത് വിമർശനം ഉണ്ടായിട്ടുണ്ട്. കേരളം മുഴുവൻ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന്റെ നഗരമാതാവിന്റെ വാക്കുകൾ, പ്രവൃത്തി, കളിച്ച നാടകം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ വിമർശനം വരുന്നുണ്ട്. മൊത്തത്തിൽ മാധ്യമലോകം ഒന്നടങ്കം വിമർശിച്ചതാണ്. ഈ മാധ്യമലോകം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നും പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടും വലിയ ഒരു സംഭവമാക്കിക്കൊണ്ടും ഒക്കെ ചിത്രീകരിച്ചത്. വലിയ പ്രതീക്ഷകളോടെയായിരുന്നു അപ്പൊ അത്തരം ഒരു മേയർ അത്ഭുതങ്ങൾ കാഴ്ചവെക്കും. ഇപ്പൊ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. അതായത് CPI-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പായിച്ചു കളഞ്ഞു. അദ്ദേഹം രാമാനം കണ്ണൂരേക്ക് തിരിച്ചോടി ഇലക്ഷന്റെ ഫലം വന്ന സമയത്ത്. അതാണ് അവരുടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. കാരണം നല്ല അടിസ്ഥാന വോട്ടുകൾ ഉണ്ടായിരുന്ന CPM-നെ തിരുവനന്തപുരത്ത് ഇത്തരമൊരു അപമാനത്തിന് അല്ലെങ്കിൽ അവമതിക്ക് ഇടയാക്കിയത് ഈ മേയറാണെന്നുള്ളത് പാർട്ടി വൃത്തങ്ങൾക്ക് തന്നെ ഏറെക്കുറെ ബോധ്യമാണ്. അവർ പറയുന്നുണ്ട് അവരങ്ങനെ ഒരിക്കലും പെരുമാറരുതായിരുന്നു. കാരണം ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കേണ്ട ഒരു മേയർ യാതൊരു പരിഗണനയും കൂടാതെ ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തി എന്ന് മാത്രമല്ല, കണ്ടക്ടറോട് കൂടക്കുക, യാത്രക്കാരെ ഇടയ്ക്ക് വിടുക, ബന്ധുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് കാറ് പാളയത്ത് നടുവഴിയിൽ നിർത്തിയിടുക, ഇതൊക്കെ വളരെ അസ്വാഭാവികമായിട്ടുള്ള കേരളത്തിലെ ഒരു മേയറും നടത്തിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളാണ്. അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അവരുടെ അവർക്കോട്ട കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ള എന്ന് മാത്രമല്ല, തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആ കാഷ്വൽ തൊഴിലാളിയായിട്ടുള്ള ഡ്രൈവർ ഇപ്പൊ തൃശങ്കു സ്വർഗത്തിലാണ്. അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടിട്ടുമില്ല, തിരിച്ചെടുത്തിട്ടുമില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ഒന്നുകിൽ എന്നെ പറഞ്ഞുവിടുക അല്ലെങ്കിൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിവേദനം സമർപ്പിച്ചിട്ടു. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ വിളിപ്പിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും അതുപോലെ തന്നെ വിശ്വസിക്കാവുന്ന റിപ്പോർട്ടുകൾ ഇതുവരെ കിട്ടിയിട്ടുമില്ല. അദ്ദേഹം ഇങ്ങനെ ഉഴലുകയാണ്. പാർട്ടിയെയും അത് CPM-നെ പേടിച്ച് ഗണേഷ് കുമാറിനും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകെപ്പാടെ ഒരു തിരുവനന്തപുരം തന്നെ അക്ഷരാർത്ഥത്തിൽ അവർ കുളമാക്കിയത്. അതായത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് സ്ഥാപിച്ച കുഴികൾ പലതും വെള്ളം കയറി കിടന്ന് അത് കുളമാക്കി. അതിനകത്ത് 2 പേരാണ് മരിച്ചത്. ഇപ്പോഴും വെള്ളമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം മുഴുവൻ കുളമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് അതങ്ങനെ പോയി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്റെ അത്ഭുത പ്രവർത്തനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, നഗരത്തിന് ഗുണമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്തതായിട്ട് ഇന്ന് വരെ. ഒരു തരത്തിൽ ഇടപെടുകയാണ്. അതായത് മേയർ ഇന്നലെ ഈ ഒരു പൊതു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ മാധ്യമങ്ങൾ മയക്കുമായി ചെന്നപ്പോൾ ശ്രീ ആര്യ രാജേന്ദ്രൻ ചോദിച്ചത്, മേയർ ഇങ്ങനെ CPM ജില്ലാ കമ്മിറ്റി രൂക്ഷമായ വിമർശനമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മേയർ ശ്രീ ആര്യയുടെ മറുപടി ഇതായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇതേ മറുപടി പറയുന്ന ഒരാളെ കേരളത്തിലുള്ളൂ, കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അതെ, ഈ മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ മേധാവി എന്നുള്ളതേ ഉള്ളൂ. MLA-യുടെ അത്രയും പ്രോട്ടോകോളില് ഒരു സ്ഥാനവും ബ്ലൂ ബുക്കിലോ അവർക്ക് സ്ഥാനമില്ല. പിന്നെ VIP-കൾ നഗരത്തിൽ വരുമ്പോൾ സ്വീകരിക്കാൻ ഏറ്റവും അവസാനമായിട്ട് അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് അങ്ങനെ ഒരു നഗരത്തിന്റെ എന്നിറങ്ങുന്ന നഗരത്തിന്റെ ഷെറീഫായാലും ശരി, മേയറായാലും ശരി, അങ്ങനെ ഒരു അവകാശം അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ ഇവരുടെ ആ ശരീരഭാഷയിലും വാക്കുകളിലും ഒക്കെ പ്രകടമാകുന്നത് വലിയൊരു അഹങ്കാരത്തിന്റെ ധ്വനിയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ, തലസ്ഥാന നഗരത്തെ എത്രയോ കാലമായിട്ട് അറിയാവുന്ന എത്രയോ മേയർമാരെ കണ്ടിട്ടുള്ള
മാധ്യമപ്രവർത്തകരെ പാർട്ടിയിൽ ഇങ്ങനെ വിമർശനം ഉണ്ടാകുന്നു എന്ന് മേയറോട് ചോദിച്ചപ്പോൾ അവർ പറയാൻ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ പാർട്ടിയെയും അതിന്റെ സംസ്ഥാന കമ്മിറ്റിയെയും മാത്രമല്ല അതിന്റെ ജില്ലാ കമ്മിറ്റിയെയും തരം താഴ്ത്തിക്കൊണ്ടും മുതിർന്ന മാധ്യമപ്രവർത്തകരെ തന്നെ തരം താഴ്ത്തിക്കൊണ്ടുമുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. വെറുതെ തമാശയ്ക്ക് വേണ്ടി ചോദിച്ചതല്ല, സ്നേഹാന്വേഷണത്തിന് ചേർന്നതല്ല. കേരളത്തിലെ ജനമാണ് ഇവർക്കെതിരെ കേരളമെമ്പാടും വിമർശനം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ഇവർക്കെതിരെ വിമർശനം വന്നിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി എല്ലാം പരാമർശ വിധേയമായിട്ടുള്ള ഒരു അത്ഭുതം സൃഷ്ടിച്ച മേയറാണ് ഇവര്. ഈ സുഖിപ്പിക്കൽ വർത്തമാനം കേൾക്കാനല്ലല്ലോ മാധ്യമപ്രവർത്തകർ അവിടെ ചെല്ലുന്നത്. ക്ഷേമാന്വേഷണത്തിനല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇതേപോലെ മാധ്യമങ്ങളടുത്ത് ഇതേപോലെ മറുപടി പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വളരെയധികം അധികാരം കൈയാളുന്ന പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അല്ലാതെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അല്ല. അവിടെ വ്യത്യാസമുണ്ട്. അദ്ദേഹം സീനിയറാണ്. ഈ നേരം എന്തെല്ലാം പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകരെ തമാശ രൂപേണ. പക്ഷെ അതുപോലെ അല്ല ഇത്. ഇന്നലെ ഇങ്ങോട്ട് വന്ന SFI രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു മേയർ കയറി മുതിർന്ന പത്രപ്രവർത്തകർ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഇത് കലാലയമാണ് തിരുവനന്തപുരം നഗരം എന്ന് അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നത് അവർക്ക് തന്നെ. കോളേജുകളിലെ കലാലയങ്ങളിൽ കളിക്കുന്ന SFIയുടെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതുപോലെ അല്ല തിരുവനന്തപുരം ഭരിക്കുക എന്ന് പറയുന്നത്. ഇത് ക്യാമ്പസ് രാഷ്ട്രീയമല്ല, ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഇത് നഗരത്തിലെ ഇതുപോലെ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു മേയർ KSRTCയുടെ പൊതുമേഖല ഗതാഗതത്തിന്റെ ഒരു വാഹനത്തെ തടഞ്ഞു നിർത്തുക, യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുക. രാജേന്ദ്രൻ, അതുപോലെ 2025 അടുത്തല്ലോ നഗരസഭ ഇലക്ഷൻ വരെ ആയിരിക്കുന്നത്. ഒക്ടോബർ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇലക്ഷൻ വരെയാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ മേയറിനെ ആ സ്ഥാനത്ത് മാറ്റാൻ CPM ജില്ലാ കമ്മിറ്റി ഒരു മുൻകൈ എടുക്കുമോ? ഇതിനു മുമ്പ് മേയറിനെ മാറ്റാം, ഒരു കത്ത് വിവാദത്തിന് മേയറിനെ മാറ്റൂല എന്ന് പറഞ്ഞതാണ്. അതെ, മുഖച്ഛായ മാറ്റാൻ വേണ്ടി മേയറിനെ മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം അതിപ്പോ ചെയ്യില്ല അവര്. കാരണം എന്താണെന്ന് വെച്ചാൽ BJP അവരുടെ തൊട്ടു പിന്നിൽ തോക്കും പിടിച്ചു നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക. അത് വലിയ അത്ഭുതമൊന്നും അല്ലാതെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം മേയർ പദവി തന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ വലിയ ആവശ്യമൊന്നുമില്ല. അതുപോലെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇപ്പോ ഏതെങ്കിലും ഒരാളിനെങ്കിലും പിണക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ CPMൽ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് കഴിയുന്നത്ര അവരെ നിലനിർത്തിക്കൊണ്ട് പോകാനാണ്, ഒരു മാറ്റം കൈക്കൊള്ളാനുള്ള ഒരു ധൈര്യം അവർക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ. അതിനുള്ള തന്റെ ഈ ജില്ലാ കമ്മിറ്റി രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. ആ വിമർശനം നടപടിയിലേക്ക് പോകുന്ന വരും ദിവസം എന്തായാലും നമുക്കറിയാം.